അവരുടെ കുറച്ച് വിശേഷ പങ്കുവയ്ക്കലും ഒക്കെ നമ്മൾ ഈ വന്നിരിക്കുന്നതിൻ്റെയൊക്കെ. നികേഷ് സാർ പുതിയ ഷൂ വാങ്ങിച്ചോ? നമ്മുടെ സ്മൃതി പരുത്തിക്കാടിന് പുതിയ ഷൂ വാങ്ങിച്ചു കൊടുക്കാത്തത് എന്താണ് എന്നൊക്കെയുള്ള ചോദ്യം വരുന്നുണ്ട്. ആണല്ലേ? എന്റെ പഴയ ഷൂ ആണ്. ആണോ? അല്ല, അതല്ലേ ഇപ്പൊ പറഞ്ഞിരുന്നേ. അല്ല, വാങ്ങിച്ചു കൊടുക്കാത്തത്. നികേഷ് സാർ പുതിയത് വാങ്ങി എന്നാണ് നമ്മുടെ ഒരു പ്രേക്ഷകൻ. അവർ പുതിയത് വന്നുകൊണ്ടായിരിക്കും മറ്റത് പഴയതായിട്ട് തോന്നി. ഓക്കെ. കഴിഞ്ഞ ദിവസം ഞാനിട്ട ഷൂ അത്ര നല്ലതല്ല എന്നുള്ള ഒരു പ്രതികരണം കിട്ടിയതുകൊണ്ട് ഞാനൊരു ഷൂ വാങ്ങി. അതെ അല്ലേ? നന്നായിട്ടുണ്ട്. വളരെ വളരെ നന്നായിട്ട്. പരിഷ്കാരിയാണ്. എല്ലാരും വെസ്റ്റേൺ ഡ്രസ്സിംഗ് ആണല്ലോ, കേരളത്തിൽ ഇത് വേണോ എന്ന് ലക്കി ചോദിക്കുന്നുണ്ട്. എന്താ മറുപടി? നമുക്ക് ഇന്ത്യ വിഷൻ ന്യൂസ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാനാണ് ആദ്യമായി കോട്ടും ടൈയും ഒക്കെ കേരളത്തിൽ അത് സാധ്യമായിരുന്നു എന്നുള്ളത്. പക്ഷേ ആ സമയത്ത് വൃത്തിയായിട്ടിരിക്കാൻ അത് ആവശ്യമായിരുന്നു. പിന്നെ സ്റ്റുഡിയോയിലുള്ളൊരു കാലാവസ്ഥ എന്ന് പറയുന്നത് പുറത്തുള്ള 46 ഡിഗ്രി സെൽഷ്യസ് അല്ലല്ലോ. സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഒരു 24 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ് സാധാരണഗതിയിൽ. നമ്മുടെ ന്യൂസ് റൂം പോലും, നമ്മുടെ എക്യുപ്മെൻറ്റ്സ് ഉള്ള ന്യൂസ് റൂം പോലും 24 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ക്രമീകരിക്കാറില്ല. തണുപ്പാണ്. അപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ. മാത്രമല്ല, ഒരു 12 മണിക്കൂറൊക്കെ ഒരു സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂസ് റൂമിൽ ഇരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ സാധാരണ ന്യൂസ് റൂമിൽ നമ്മൾ കാണുന്നില്ലേ, കുട്ടികൾ മുഴുവൻ ഈ ഓവർകോട്ട് ഇട്ടിട്ടാണ് പലപ്പോഴും വരിക അല്ലേ. പ്രത്യേകിച്ച് ഒരു എക്യുപ്മെന്റ്സിനാണല്ലോ അവിടെ പ്രാധാന്യം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തെ കരുതലോടുകൂടി കാത്തു സൂക്ഷിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമ്മളെ സംബന്ധിച്ച്. നികേഷ് സാറിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വരി വായിക്കട്ടെ. ഞാൻ സ്കിപ്പ് ചെയ്യാന്ന് വിചാരിച്ചത്. നികേഷ് എത്ര മനോഹരമായി അവതരിപ്പിക്കുന്നു. ഞാനല്ല, MK വ്ളോഗ്സ്. ചില ആളുകൾ തിരിച്ചറിയുന്നേ. അതാണ് ചില ആളുകൾ അങ്ങനെയൊക്കെ പറയാമോ? പിന്നെ അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ ഓരോരുത്തർ ചില ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. കൊല്ലം ആനന്ദവല്ലീശ്വരത്ത് നിന്ന് അത് ഉണ്ണി സാർ പരിഹാരമാക്കണം. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയിൽ ഓട്ടോയിൽ വീട്ടിലേക്ക് പോയപ്പോൾ എൻ്റെ ഒരു ബാഗ് നഷ്ടപ്പെട്ടു. കിട്ടുന്നവർ അടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. രഘുനന്ദനൻ, തിരുമുല്ലവാരം. അപ്പോൾ ആ ബാഗ് ആനന്ദവല്ലീശ്വര ക്ഷേത്രത്തിനടുത്താണോ? അതെ. അപ്പോൾ അതൊന്ന് പരിഹരിക്കണം. പിന്നെ നമ്മളോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണ് നമ്മൾ രാത്രി മുഴുവൻ അടിയുണ്ടാക്കിയിട്ട്, കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, രാത്രി മുഴുവൻ നിങ്ങൾ അടിച്ച് അങ്ങ് ഇതാക്കിയിട്ട് രാവിലെ വന്നിരുന്ന് തമാശ പറയുന്നതെന്ന്. അടിച്ച് പിരിഞ്ച് രാവിലെ അതേ ആൾക്കാർ ഇവിടെ വന്നിരുന്ന് തമാശ പറയുന്നത്. ഇത് വല്ലാത്ത വിസ്മയം എന്നാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത്. രാവിലെ ചില ഒരു ദിവസം മുഴുവൻ സംഭവിച്ച കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ വെച്ച് സംസാരിക്കുന്ന, അതിനെ ചർച്ച ചെയ്യുന്ന ഒരു പരിപാടിയാണല്ലോ രാത്രി നടക്കുന്നത്. ഇതിപ്പോൾ രാവിലെ നമ്മൾ നടക്കുന്നത് എക്സ്പെക്ട് ചെയ്യുകയാണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളത്. അതുകൊണ്ട് മുൻകൂട്ടി നമ്മളൊരു അടി ഉണ്ടാക്കേണ്ട കാര്യമില്ല, ഒരു തർക്കത്തിൽ ഏർപ്പെടേണ്ട കാര്യമില്ല, ഒരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അസമയം വൈകുന്നേരം അങ്ങനെയല്ല. ശരിക്കും ആശയ സംഘടനമാണല്ലേ. ആളുകൾ തെറ്റിദ്ധരിക്കും വ്യക്തികൾ തമ്മിലാണ് ഈ സംഘടന. ഞാൻ കുറച്ചൊക്കെ വ്യക്തിപരമായിട്ടാണ്. അല്ല, അതിനകത്ത് നോക്കൂ സുജിയ, രാത്രി ഒരു വിഷയം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ആ വിഷയത്തിൽ എൻ്റെ വീക്ഷണം അവതരിപ്പിക്കാൻ ഞാൻ സ്ട്രോങ് ആയി അവതരിപ്പിക്കും. സുജിയുടെ വീക്ഷണം സ്ട്രോങ് ആയി അവതരിപ്പിക്കും. അതൊരു സംഘർഷമോ സംഘടനമോ ഒന്നും അല്ലല്ലോ, അത് നമ്മുടെ ആശയപ്രകാശനാണ്. അതേസമയം രാവിലെ വരുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടാണ് വരുന്നത്. നമ്മുടെ മുന്നിൽ ഈ പറയില്ല ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ സംഭവങ്ങളായിരിക്കും ചിലപ്പോൾ ഡെവലപ്പ് ചെയ്ത് രാത്രി നമ്മൾ വലിയ സംഘടനയിലേക്ക് ഏർപ്പെടുക. പിന്നെ ഓരോ കാര്യങ്ങൾ സംഭവിച്ച് അവസാനിപ്പിക്കുമ്പം അക്കാര്യത്തിലൊരു നിലപാട് പറഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിക്കുന്നത് തെറ്റല്ല. എങ്ങനെയാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ ഞാൻ എങ്ങനെ നോക്കിക്കാണുന്നു, നികേഷ് എങ്ങനെ നോക്കിക്കാണുന്നു, സ്മൃതിയും സുജയും എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളൊരു നിലപാട് അവതരിപ്പിച്ചുകൊണ്ട് ആ ദിവസം അവസാനിപ്പിക്കുന്നതിനകത്ത് ഒരു കുഴപ്പമില്ല. പ്രഭാതം അങ്ങനെ ആരംഭിക്കേണ്ടതുമില്ല. പക്ഷെ കുഴപ്പമുള്ളൊരു കാര്യമുണ്ട് നികേഷ് സാർ, ഈ ഇതിന് ചർച്ചയെക്കുറിച്ചല്ല കേട്ടോ. ഞാൻ കാണാത്ത ഒരു കാര്യം പ്രേക്ഷകർ കണ്ടു. എന്താണ്? വിത്ത് യുവർ പെർമിഷൻ ഞാൻ വായിക്കട്ടെ. പ്ലീസ്. അത്ര പോസിറ്റീവ് അല്ല, വായിക്കട്ടെ. അതായത് നമ്മുടെ രാജേഷ് ടി എന്ന ഒരു പ്രേക്ഷകൻ, ഉണ്ണി ബാലകൃഷ്ണൻ പത്രം വായിക്കുന്ന സുജയുടെ പിന്നിലൂടെ പിൻഭാഗം ചൊറിഞ്ഞുകൊണ്ട് പോയത് ശരിയായില്ല. അങ്ങനെ പോയിരുന്നു, സംഭവിച്ചിട്ടുണ്ടാകും. ഞാൻ കണ്ടില്ല. എന്റെ ബാക്കിൽ ഈ ഇതില്ലേ മൊബൈൽ ടോക്ക് ബാക്കിന്റെ ഇത് ഇളകിപ്പോയായിരുന്നു. അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. മനഃപൂർവ്വം കേട്ടോ. രാജേഷ് ടി അത് മനഃപൂർവ്വമല്ല, അദ്ദേഹം വിശദീകരിച്ചു. ഞാൻ പക്ഷെ കണ്ടില്ലായിരുന്നു. താങ്കൾ കണ്ടു, ഞാൻ കണ്ടില്ല. നമുക്കപ്പോൾ ഒരു റിപ്പോർട്ടിലേക്ക് പോകാം. കോഴിക്കോട്ടേക്ക്